ധീമഹിയിലെ ഫലശ്രുതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, സോ മെനി പീപ്പിൾ ആർ ആസ്കിങ്. ഇപ്പോൾ നമ്മൾ ഈ സ്വീകരണ മുറിയും പഠന മുറിയും ഒക്കെ, കുട്ടികളുടെ പഠന മുറിയും ഒക്കെ എങ്ങനെ വേണം, എവിടെ വേണം എന്നൊക്കെ ചോദിച്ച് അവരുടെ അഭിപ്രായങ്ങൾ അവർ ആരായാറുണ്ട്. അപ്പം ശരിക്കും നമ്മൾക്കിപ്പോൾ സ്വീകരണ മുറിയെക്കുറിച്ച് നമുക്ക് ആദ്യം പറയാം. അതായത് ഈ സ്വീകരണ മുറി എപ്പോഴും ഒരു വീട്ടിൻ്റെ വടക്കോ കിഴക്കോ ആയിരിക്കണം, ഇൻവേരിയബിളി. ഇനി വടക്കാണ് നമ്മൾ സ്വീകരണ മുറി സജ്ജമാക്കുന്നത് എങ്കിൽ അതിൻ്റെ മേൽക്കൂര എപ്പോഴും തെക്കുഭാഗത്തുള്ള വീടിൻ്റെ പോർഷൻ്റെ മേൽക്കൂരയേക്കാൾ കുറച്ചുകൂടി ഉയരം കുറഞ്ഞതായിരിക്കണം എന്നർത്ഥം. അതായത് വീടിൻ്റെ തെക്കുഭാഗത്തുള്ള മേൽക്കൂര വടക്കു ഭാഗത്ത് നിങ്ങൾ പണിയുന്ന സ്വീകരണ മുറിയുടെ മേൽക്കൂരയേക്കാൾ അത് കുറച്ചൊന്ന് പൊന്തി നിൽക്കണം, ഇത് അല്പം താണു നിൽക്കണം എന്നർത്ഥം. പിന്നെ തറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്ലോറ് ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയപ്പെടുന്നത് വാസ്തു സിദ്ധാന്തം അനുസരിച്ച് ഈ സ്വീകരണ മുറിയുടെ ആളുകൾ സ്വീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന മുറിയുടെ തറ, അതിൻ്റെ ഗ്രൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലോർ എന്ന് പറയുന്നത് കിഴക്കോട്ടേക്കും വടക്കോട്ടേക്കും അല്പം ചെരിവോട് കൂടിയതാണെങ്കിൽ ഏറ്റവും നന്നായി എന്ന് പറയും. എല്ലായിടത്തും ഇപ്പോൾ അത് ചെയ്യാറില്ല, പക്ഷെ പണ്ടുകാലത്തൊരു സിദ്ധാന്തമാണത്. സോ പീപ്പിൾ സെൽഡം ക്യാരി ഇറ്റ് ഔട്ട്, ബട്ട് സ്റ്റിൽ അത് നന്നായിരിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ സ്വീകരണ മുറിയിലുള്ള ഫർണിച്ചറും അലമാരയും ഒക്കെ സ്വീകരണ മുറിയുടെ തെക്കോ പടിഞ്ഞാറോ ആണ് ഇടേണ്ടത്. അതേപോലെ ഈ സ്വീകരണ മുറിയിലേക്ക് കയറുന്ന വാതിലെന്ന് പറയുന്നത് തെക്ക് കിഴക്കോട്ടേക്കോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറോട്ടേക്കോ വാതിലുകൾ ഇടാൻ പാടില്ല എന്നും ഒരു നിയമമുണ്ട്. പിന്നെന്താണ് ഇടുന്ന ഫർണിച്ചർ, അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈ ചതുരാകൃതിയിലുള്ള ഫർണിച്ചർ ആണ് ഏറ്റവും അനുയോജ്യം. ഹെക്സഗണൽ ഫർണിച്ചർ, 6 വശങ്ങളുള്ള ഫർണിച്ചറോ അല്ലെങ്കിൽ ത്രികോണാകൃതിയിലുള്ള ഫർണിച്ചറോ അല്ലെങ്കിൽ അതേപോലെ വർത്തുളാകൃതിയിലുള്ള ഫർണിച്ചറോ ഒന്നും ഇടാൻ പാടില്ല എന്ന് പറയും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരിക, സംബഡി കംസ് ടു യുവർ ഹൗസ് ഫോർ എ ഡിസ്കഷൻ ഓർ മേ ബി ഫോർ എ ഫ്രണ്ട്ലി ചാറ്റ്, സ്വീകരണ മുറിയിലാണല്ലോ നമ്മളോട് ഇരുത്തുന്നത്. അപ്പോൾ അവിടെ നമ്മളിരിക്കുമ്പോൾ കിഴക്കോട്ടോ അഥവാ വടക്കോട്ടോ തിരിഞ്ഞിരിക്കുക, എന്നിട്ട് വേണം അവരുമായിട്ട് സംസാരിക്കാൻ എന്നർത്ഥം. അപ്പം അങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റിയും സോഫയും അതേപോലെ കസേരകളുമൊക്കെ അറേഞ്ച് ചെയ്യുക. ഭഗവതിയുടെ തന്നെ അവിടെ എന്തെങ്കിലും ഭഗവതിയുടെയൊക്കെ പടം വയ്ക്കുകയാണെങ്കിൽ അത് പിന്നെ വടക്ക് കിഴക്കോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ, വടക്ക് കിഴക്ക് അല്ലെങ്കിൽ കിഴക്ക് അല്ലെങ്കിൽ വടക്ക്, അവിടെ വേണം ഇടാനായിട്ടെന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ മൗണ്ട് ചെയ്യാൻ അവിടെ ഒട്ടിച്ചു വയ്ക്കുകയോ തൂക്കുകയോ ചെയ്യുക. പിന്നെ ഈ മുറി നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ വെള്ള നിറത്തിലോ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലോ പച്ച നിറത്തിലോ നീല നിറത്തിലോ പെയിൻറ്റ് ചെയ്താൽ വളരെ 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 അപ്പീലിംഗ് ആയിരിക്കും. ഇറ്റ് വിൽ ബി ഈസ്തറ്റിക്കലി ബ്യൂട്ടിഫുൾ. മാത്രമല്ല ഇറ്റ് വിൽ ഇമിനേറ്റ് ആൻ എനർജി വിച്ച് വിൽ ആക്ടിവേറ്റ് യു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഫ്രണ്ട്ലി എനർജി അതിനകത്ത് നിന്ന് ഉണ്ടാവും. നമുക്കറിയാം, നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ അടിക്കുന്ന പെയിൻറ്റ് നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ചില മുറികളിലൊക്കെ ചെന്നിരുന്നാൽ നമുക്ക് എന്തോ ഒരു വിഷാദം ഘനീഭവിച്ചതുപോലെ തോന്നും, എന്തോ ഒരു നെഗറ്റീവ് എനർജി അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. യു സീം ടു ഫീൽ ഇറ്റ് ഓൾസോ ബിക്കോസ് എ കൈൻഡ് ഓഫ് നെഗറ്റീവ് എനർജി ഈസ് ഇമനേറ്റഡ് ഓർ ഇറ്റ് ഫ്ലോട്ട്സ് ഡൗൺ ഇൻസൈഡ് ദ പർട്ടിക്കുലർ റൂം. അതായത് ഇറ്റ് പെർവൈഡ്സ് ഓർ പെർക്കുലേറ്റ്സ് ദി എൻറ്റയർ അറ്റ്മോസ്ഫിയർ. അങ്ങനെ അല്ലാതെ വെള്ളയോ മഞ്ഞയോ പച്ചയോ അല്ലെങ്കിൽ അതേപോലെ നീലയോ നിറമടിക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ ടി വി വയ്ക്കുന്നതിനും സ്ഥാനം പറഞ്ഞിട്ടുണ്ട്. അതായത് തെക്ക് കിഴക്ക് വേണം ടി വി ഇൻസ്റ്റാൾ ചെയ്യാൻ. ടെലിഫോൺ ആണെങ്കിൽ തെക്ക് കിഴക്കോ അല്ലെങ്കിൽ കിഴക്ക് വടക്കോ, തെക്ക് കിഴക്കോ കിഴക്ക് വടക്കോ വേണം ഈ ടെലിഫോൺ കൊണ്ടുവയ്ക്കാൻ. പിന്നെ എയർ കണ്ടീഷണർ ആണെങ്കിൽ
അല്ലെങ്കിൽ കൂളറാണെങ്കിൽ മുറിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കണം. ഇതൊക്കെയാണ് നമുക്ക് സ്വീകരണ മുറിയെക്കുറിച്ച് ജനറലായിട്ട് പറയാനുള്ളത്. പിന്നെ അതുപോലെ പഠനമുറി ഇതിനേക്കാൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുട്ടികൾ പഠിച്ച് വളർന്ന വലുതാവണം, അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൊഫഷണൽ കരിയർ ഉണ്ടാവണം. സോ വി ആർ ഓൾ വെരി മച്ച് കൺസേൺഡ് അബൌട്ട് ദി സ്റ്റഡി റൂം ഓഫ് അവർ ചിൽഡ്രൻ. വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പഠനമുറി സാധാരണഗതിയിൽ പണിയേണ്ടത് നല്ല എനർജിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പടിഞ്ഞാറ് ഭാഗത്താണ് പഠനമുറി കുട്ടികളുടേത് വേണ്ടത്. ഈ പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ പണിയുമ്പോൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് തെക്ക് പടിഞ്ഞാറും വടക്കു പടിഞ്ഞാറും അവോയ്ഡ് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ വെസ്റ്റ് എന്ന് പറയുന്ന ആ കോർണർ എന്ന് പറഞ്ഞാൽ അവിടെ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും അതേപോലെ തന്നെ ശുക്രൻ്റെയും ഒക്കെ തന്നെ വളരെ സ്ട്രോങ് പ്രസൻസ് ഉണ്ടാവും. അപ്പോൾ അതവിടെ പണിത് കഴിഞ്ഞാൽ അതത്രയും വളരെ നന്നായിരിക്കും എന്നർത്ഥം. പിന്നെ ഈ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന മുറിയിലേക്കുള്ള വാതിലുകൾ ഇരട്ടപ്പാളിയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഒറ്റപ്പാളി കതകിനേക്കാൾ ഇരട്ടപ്പാളി കതകുകളായിരിക്കും അവിടെ നല്ലത്. പിന്നെ അതേപോലെ തന്നെ വാതിലെപ്പോഴും മുറിയുടെ വടക്ക് ഭാഗത്ത് വരാൻ ശ്രദ്ധിക്കണം. തെക്ക് കിഴക്കോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറോ വാതിലുകൾ പാടില്ല. പിന്നെ ഏതെങ്കിലും വിൻഡോസ് നമ്മുടെ ഉണ്ടെങ്കിൽ പോലും അത് ഈസ്റ്റോ നോർത്തോ വെസ്റ്റോ, അതായത് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലായിരിക്കും നല്ലത്. പിന്നെ അതേപോലെ തന്നെ കുട്ടികൾ ഇരിക്കുന്നതും നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ കുട്ടികൾ ഒന്നുകിൽ കിഴക്കോട്ട് തിരിഞ്ഞ് നോക്കാനും അതേപോലെ വടക്കോട്ട് തിരിഞ്ഞ് നോക്കാനും പറ്റത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ പഠിക്കാൻ അങ്ങനെ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ അവരുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാക്കാൻ. പിന്നെ കുട്ടികൾക്ക് വേണ്ട ഷെൽഫുകളൊക്കെ ഈ പറഞ്ഞതുപോലെ കിഴക്ക് കിഴക്ക് വടക്കായിട്ടോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറായിട്ടോ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ എന്താണ് ഈ ബുക്കുകൾ സൂക്ഷിക്കുന്നത്. ബുക്കുകൾ വളരെ ശ്രദ്ധിച്ച് വേണം സൂക്ഷിക്കാൻ. നമ്മൾ ഈ ഡെസ്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികളുടെ കാലടിയിൽ സ്വതന്ത്രമായിട്ട് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ഉണ്ടാക്കി കൊടുക്കാൻ. അല്ലാതെ അടിയിലും അറ ഉണ്ടാക്കി അതിനകത്ത് ബുക്ക് തിരികെ കയറ്റാൻ പറ്റുന്ന രീതി ചെയ്യരുത്. കുട്ടികളുടെ കാല് സ്വതന്ത്രമായിട്ടിരിക്കണം. പിന്നെ ബുക്കുകൾ എപ്പോഴും ഒന്നുകിൽ തെക്ക് പടിഞ്ഞാറോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറോ സ്റ്റോർ ചെയ്ത് വെക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ എന്താ ഫലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഈ വീട് ഡിസൈൻ ചെയ്യുന്ന ആളുകൾ പല കാലങ്ങളായിട്ട് പല തരത്തിലുള്ള ഡിസൈൻസ് ദേ കം ഔട്ട് വിത്ത് ഡിഫറെൻറ്റ് ഡിസൈൻസ് ആൻഡ് ദേ കം ഔട്ട് വിത്ത് ഡിഫറെൻറ്റ് പ്ലേസസ് ഫോർ കീപ്പിംഗ് ദ ബുക്സ്, കീപ്പിംഗ് ദി ഫർണിച്ചർ, സിറ്റിംഗ്, സ്റ്റഡിയിങ്, സോ മെനി തിങ്സ്. ഇതൊക്കെ നമ്മളവർ ദീർഘകാലത്തൊരു എക്സ്പീരിയൻസ് അഥവാ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിങ്ങനെയുള്ള പൊസിഷൻസൊക്കെ കണ്ടെത്തുന്നത്. പിന്നെ എനർജി ഫ്ലോ കൂടെ അവർ നോക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്വീകരണ മുറിയെക്കുറിച്ചും പഠനമുറിയെക്കുറിച്ചും ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഗസ്റ്റുകൾ വരുമ്പോൾ പോലും അല്ലെങ്കിൽ എല്ലാത്തിനും, അല്ലെങ്കിൽ യു ഫൈൻഡ് ദറ്റ് സച്ച് ആൻ അറേഞ്ച്മെൻറ്റ് വുഡ് പ്രോബ്ലി ബ്രിങ് അബൌട്ട് അസ്റ്റോണിഷിങ് ചേഞ്ചസ് ഇൻ യുവർ ലൈഫ് എവ്രി ഡേ. ഇത് നോക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും അടുത്ത എപ്പിസോഡിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങളതിന് പരിഹാരം നിർദ്ദേശിക്കാം. എല്ലാവർക്കും നമസ്കാരം. അടുത്ത ഫലശ്രുതിയുടെ എപ്പിസോഡിൽ കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും സന്ധിക്കാം. ഓക്കെ.